2020 ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഏറ്റുമുട്ടാൻ പോകുന്നു ദക്ഷിണാഫ്രിക്കയെ. ഏറ്റവും പുതിയ വിവരം, ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇതിന് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ടോസ് ഇന്ത്യക്ക്. തീർച്ചയായും. അതായത് നമുക്കറിയാം, ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം ടോസ് ലഭിച്ചപ്പോഴെല്ലാം തന്നെ ആദ്യം ബാറ്റ് ചെയ്യാനാണ് ഇന്ത്യ ശ്രമിച്ചത്. ഇന്നത്തെ ഒരു ക്യൂറേറ്റർമാരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ടോസ് വളരെ നിർണായകമായിരിക്കും. ടോസ് ലഭിക്കുന്ന ആർക്കാണോ അവർ ബാറ്റ് ചെയ്താൽ ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്തായാലും ഇന്ത്യക്ക് അനുകൂലമായി ഇപ്പോൾ ടോസിൽ കൂടി ഒരു അനുകൂല ഘടകം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എക്സാക്ട്ലി, ടോസ് ഇന്ത്യക്കാണ്. ഇനി ടീം ലൈനപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. രോഹിത് ശർമ്മ, ഇന്ത്യൻ ക്യാപ്റ്റൻ, ഇപ്പോൾ ടോസ് ചെയ്ത ശേഷം സംസാരിക്കുന്നു. ടീമിൽ ഘടനയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇത് മാത്രമാണ് ഇനി സസ്പെൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഈ കെൻസിംഗ്ടൺ ഓവലിൽ അവിടെ ആദ്യം ബാറ്റ് ചെയ്യുന്നത് അനുകൂലത്തിനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഒരു ഹൈ സ്കോറിംഗ് ഗെയിം ആവാനുള്ള സാധ്യതയാണ് എല്ലാവരും പ്രവചിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ കളിച്ച അതേ സ്റ്റേഡിയമാണ്. അതെ, അപ്പോൾ അവിടെ 180 റൺസ് എന്നത് പോലും തന്നെ മികച്ച ഒരു ടോട്ടലാണ്. മികച്ചത് അന്ന് 180 ഇന്ത്യ നേടിയപ്പോൾ 20 റൺസോളം അധികമാണ് എന്നാണ് വിദഗ്ധർ പറഞ്ഞത്. അപ്പോൾ അതായത് ഇത് 160 നേടിയാൽ പോലും തന്നെ ഒരു മേൽക്കൈ ഇന്ത്യക്ക് നേടാൻ സാധിക്കും. പക്ഷേ ഫൈനൽ മത്സരമാണ്, ആവേശ പോരാട്ടമാണ്. ദക്ഷിണാഫ്രിക്ക എന്ന കരുത്തരായ ആ ടീമിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അവർക്കൊരു മറുപടി ബാറ്റിംഗിൽ ടീമിൽ ഒരു മാറ്റമില്ല മിഥുൻ, ടീമിൽ മാറ്റമില്ല. സഞ്ജു സാംസണിനെ പ്രതീക്ഷിച്ചവർക്ക് നിരാശയാണ്. യശസ്വി ജയ്സ്വാളും ഇല്ല, സഞ്ജു സാംസണും ഇല്ല. അപ്പോൾ ദുബൈ തുടരും. വിരാട് കോഹ്ലി മിക്കവാറും ഓപ്പണിംഗ് ആയി തന്നെ എത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ഉണ്ട്. ആ ഒരു കോമ്പിനേഷനിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തിയാൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച പറ്റി കഴിഞ്ഞാൽ ഈ ഒരു വിന്നിംഗ് കോമ്പിനേഷനെ പൊളിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പാളിച്ച പറ്റിയെന്നുള്ള ഒരു വിമർശനങ്ങൾ സ്വാഭാവികമായും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു മാറ്റത്തിന് ക്യാപ്റ്റൻ തയ്യാറാകാത്തത്, ഒപ്പം തന്നെ ടീം മാനേജ്മെന്റ് തയ്യാറാകാത്തത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഓപ്പണിംഗ് നിരയിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ന് ഇറങ്ങുമ്പോൾ ഒരു വലിയ മികച്ച സ്കോറിലേക്ക് ആദ്യ പവർ പ്ലേ തന്നെ നമുക്കറിയാം. രോഹിത് കഴിഞ്ഞ മത്സരങ്ങളിൽ ഓസ്ട്രേലിയക്കെതിരെയും പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള സെമിഫൈനൽ മത്സരങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ആക്രമിച്ച് കളിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതായത് പവർ പ്ലേ തന്നെ സ്കോറിംഗ് കൂടുതൽ ഉയർത്തുക, അതിൽ ഏറ്റവും കൂടുതൽ റൺ അടിച്ചെടുക്കുക എന്നുള്ളൊരു ഒരു ആക്രാന്തം നമ്മൾ മലയാളത്തിൽ പറഞ്ഞു ഒരു അറ്റാക്കിംഗ്, ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് രോഹിത് ശർമ്മ പോകുന്നു. പക്ഷേ നമ്മൾക്കറിയാം, ഈ കഴിഞ്ഞ ഏകദിന ലോകകപ്പിലും ആശങ്കപ്പെടുത്തുന്നതല്ല ആരാധകരെ. പക്ഷേ ഈ ഏകദിന ലോകകപ്പിലും രോഹിത് ശർമ്മ അപാര ഫോമിലായിരുന്നു. പക്ഷേ ഫൈനലിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞിരുന്നു. എന്തായാലും 7 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ആ ഒരു വലിയ നിരാശപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. എങ്കിൽ പോലും തന്നെ ഇപ്പോൾ നമുക്കെന്തായാലും അനുകൂല ഘടകമാണ് എല്ലാം കൊണ്ടും. ക്ലൈമറ്റ് നമ്മൾ നേരത്തെ ആരാധകർക്ക് തന്നെ ഒരു വലിയ രീതിയിൽ ആശങ്കപ്പെട്ടിരുന്നത് ഏതെങ്കിലും തരത്തിലൊരു മഴ പെയ്യാനൊരു സാഹചര്യം ഉണ്ടാകുമോ, അങ്ങനെ റിസർവ് ഡേയിലേക്ക് മത്സരം പോകുമെന്നൊക്കെ വിചാരിച്ചുവെങ്കിൽ പോലും തന്നെ കാലാവസ്ഥ കൂടി അനുകൂലമാണ്. കാലാവസ്ഥ അനുകൂലം എന്ന് പറഞ്ഞാൽ വളരെ സണ്ണി ആൻഡ് ബ്രൈറ്റ് എന്നുള്ളതാണ് അവിടെ ബാർബഡോസിൽ നിന്നുള്ള വിവരം. വളരെ തെളിഞ്ഞ ആകാശമാണ്. അതുകൊണ്ട് തന്നെ ഒരു റിസർവ് ഡേയിലേക്ക് പോകേണ്ട സാഹചര്യം നിലവിലില്ല. 20 ഓവറും 2 ടീമുകൾക്കും ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ മഴയുടെ ആശങ്കയൊന്നും വേണ്ട. ഒരു റൺ മഴ തന്നെ പ്രതീക്ഷിക്കണം. ഈ കെൻസിംഗ്ടൺ ഓവലിൽ ബ്രിഡ്ജ് എന്ന നഗരത്തിൽ, ബാർബഡോസ് എന്ന രാജ്യത്തെ ബ്രിഡ്ജ് എന്ന നഗരത്തിലെ കെൻസിംഗ്ടൺ ഓവലിൽ അല്പസമയത്തിനകം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഈ ദക്ഷിണാഫ്രിക്കൻ പരിശീലകൻ ഗാരി കേർസ്റ്റൻ ഇന്ത്യക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് സമ്മാനിച്ചതാണ്. അപ്പോൾ വീണ്ടും ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ കുറെ കണക്ഷൻസ് ഉണ്ട്. ഇത്തരത്തിൽ ഇന്ത്യ ആദ്യ 2020 ലോകകപ്പ് നേടിയത് ദക്ഷിണാഫ്രിക്കയിൽ 17 വർഷങ്ങൾക്ക് ഇപ്പുറം ഫൈനൽ പോരാട്ടം നടന്നത് ദക്ഷിണാഫ്രിക്ക എതിരായിട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് നമുക്ക് ഒരു വളരെ നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യം. പല തവണ അവർ ഫൈനലിൽ വന്നിട്ടുണ്ട്, സെമി ഫൈനലിൽ വന്നിട്ട് വീണു പോകുന്ന ഒരു ടീമാണ്. അതൊരു അൺലക്കി ടീമാണ് ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. പക്ഷേ കൂടുതൽ ഇന്ത്യൻ ആരാധകർ പോലും ഉണ്ട് ഒരു പക്ഷേ സൗത്ത് ആഫ്രിക്ക ഒരു കപ്പ് അടിച്ചോട്ടെ എന്ന് പറയുമെങ്കിൽ പോലും തന്നെ നമ്മുടെ കിരീട വളർച്ചയ്ക്ക് ഒരു വിരാമമിടണ്ടേ? അതെ, ഉറപ്പായിട്ടും. പക്ഷേ ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് എയ്ഡൻ മാർക്കർ എന്ന അവരുടെ ക്യാപ്റ്റൻ, എയ്ഡൻ മാർക്കർ എന്ന ക്യാപ്റ്റൻ ഈ അണ്ടർ-19 ലോകകപ്പ് മുതൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് എയ്ഡൻ മാർക്കത്തിൽ ഇത്ര പ്രതീക്ഷ വെക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ ആരാധകർ. ആ ദൗർഭാഗ്യത്തിന്റെ അംശങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാർക്കത്തിന്റെ വരവിൽ മാറും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. മാർക്കറം ഇത്തവണ ദക്ഷിണാഫ്രിക്കയുടെ ഭാഗ്യനായകനാകുമോ? അതാണ് അറിയേണ്ടതല്ലേ? എന്തായാലും അറിയേണ്ടത് തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൗത്ത് ആഫ്രിക്കൻ നിരയിലും മാറ്റമില്ല എന്നുള്ളതാണ്. അവർ സെമി ഫൈനലിൽ വെച്ച അതേ ടീമിനെ തന്നെയാണ്, ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട താരം മാർക്കോ ജാൻസൺ. ജാൻസൺ എന്ന അവരുടെ വിശ്വസ്തനായിട്ടുള്ള ഓൾറൗണ്ടർ, ബാറ്റിംഗിലായാലും ബൗളിംഗിലായാലും ഒരേ രീതിയിൽ മികവ് പുലർത്തുന്ന ഒരു താരം കൂടിയാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട താരങ്ങൾ അണിനിരക്കുന്ന സൗത്ത് ആഫ്രിക്കൻ നിരയെ മറികടക്കാൻ ഇന്ത്യ എന്ന ടീമിന്, രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിന് സാധിക്കുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും കണക്കുകൾ പരിശോധിച്ചാലും അല്ലെങ്കിൽ ഇതുവരെയുള്ള ഇന്ത്യയുടെ പ്രകടനം പരിശോധിച്ചാലും ഒരു പടി മേൽക്കെ എന്തായാലും ഇന്ത്യക്ക് തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും രണ്ടാമതായിട്ടുള്ള ഒരു കപ്പ് ധോണിക്ക് പിന്നാലെ 2007 ശേഷം അന്ന് ആ സ്കോഡിൽ ഉണ്ടായിരുന്നതാണ് ആ ടീമിൽ രോഹിത് ശർമ്മ. 17 വർഷങ്ങൾക്ക് പുറം ക്യാപ്റ്റനാണ്.
കിരീടം കൊണ്ടുവരാൻ ഇന്ത്യക്കായി പോയിരിക്കുകയാണ്. എന്തായാലും കിരീടമായി തിരികെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും കിരീടമായി വരുമെന്ന് പ്രതീക്ഷിക്കുക എന്നാണ് ടോസിനെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ നായകന്മാർ പറഞ്ഞത്. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഇൻഡിവിജ്വൽ റോൾ, കീപ് കാം. ഈ സമ്മർദ്ദം അടിപ്പെടാതെ, പ്രത്യേകിച്ചും ഫൈനലിൽ അടിതെറ്റുന്ന ഒരു സാഹചര്യം തുടർച്ചയായി ഇന്ത്യയുടെ ടീമിനുണ്ട്. അത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലായിക്കോട്ടെ, ഏകദിന ലോകകപ്പിന്റെ ഫൈനലായിക്കോട്ടെ. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ മുൻനിർത്തി തന്നെ പറയാൻ തോന്നുന്നു. വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള, പക്വതയായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ വളരെ കാമായിട്ടിരിക്കുക എന്നുള്ളതാണ് ടീം അംഗങ്ങൾക്ക് രോഹിത് നൽകുന്ന ഉപദേശം. ഒരു സാധാ ഇന്റർനാഷണൽ മാച്ച് എന്നുള്ള നിലയിൽ തന്നെ ഈ മത്സരത്തെ നേരിടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സൗത്ത് ആഫ്രിക്ക വളരെ മനോഹരമായി ഈ ടൂർണമെന്റിൽ കളിച്ചു. ഞങ്ങളും വളരെ മനോഹരമായി കളിച്ചു. 2 ക്വാളിറ്റി ടീംസ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നു എന്ന് രോഹിത് ശർമ്മ പറയുന്നു. ഇനി എയ്ഡൻ മാർക്രം പറഞ്ഞത് ഈ പിച്ചിനെ പറ്റിയാണ്. പിച്ച് വളരെ ഡ്രൈ ആണ്, ലുക്സ് പ്രെറ്റി ഡ്രൈ. ഈ പിച്ചിന്റെ അസസ്മെന്റ് അത്തരത്തിലാണ് എയ്ഡൻ മാർക്രത്തിന്. ചിലപ്പോൾ ഞങ്ങൾ ഏറ്റവും മികച്ച ഫോമിലായിരിക്കില്ല, പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ ഏറ്റവും മികച്ച ഗെയിം പുറത്തെടുക്കും. അത് അസാധ്യമല്ല എന്നുള്ളതാണ്. ഫണ്ടാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി ഫോർ us എന്നാണ് എയ്ഡൻ മാർക്രം പറയുന്നത്. ഉറപ്പായിട്ടും സുലഭമായിട്ടുള്ള അവസരമാണ്. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള ആ ഒരു മത്സര ഫലങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത്രയും അനുകൂലമായ ഒരു ഘടകം സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചുണ്ടായത് ഒരു 32 വർഷമായി ഒരു ടൂർണമെന്റിൽ ഒരു കിരീടം നേടിയത്. ആകെ ഉള്ള ഒരു കിരീടം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു മത്സരത്തിൽ സമനിലയിൽ പിരിഞ്ഞ ആ ഒരു കപ്പ് മാത്രം, അത് ചാമ്പ്യൻസ് ട്രോഫിയിൽ മാത്രമുള്ള കിരീടം മാത്രമാണ് അവർക്ക് ബാക്കിയുള്ളത്, നിലവിലുള്ളത്. അപ്പോൾ ഒരു കപ്പ് സ്വന്തമായിട്ട് വേണമെന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും ഉണ്ട്. മാർക്കത്തിലൂടെ അത് നേടാനാകുമെന്നുള്ള ശുഭപ്രതീക്ഷ താരങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും മികച്ച ലോകോത്തര താരങ്ങൾ, അതായത് 2020 ഫോർമാറ്റിൽ കളിക്കാൻ പറ്റുന്ന മികച്ച താരങ്ങൾ, മാഗ്നസ് കാർസൻ, നമുക്കറിയാലോ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ വന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത പ്രധാനപ്പെട്ട താരമാണ്. വലിയ സ്കോറൊക്കെ പിറക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. T20 ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ സൺറൈസേഴ്സിന് നേടാൻ സാധിച്ചതും മാഗ്നസ് കാർസൺ അടക്കമുള്ള താരങ്ങളുടെ ഒരു പിൻബലത്തിൽ കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും വലിയ വെല്ലുവിളി ആയിരിക്കും ഈ ഒരു ആവശ്യപ്പാട്. ഉറപ്പായിട്ടും വലിയ വെല്ലുവിളി എന്ന് മാത്രമല്ല, ദക്ഷിണാഫ്രിക്കയുടെ തോൽവികൾ, അത് സെമി ഫൈനൽ തോൽവികൾ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. 92-ലാവട്ടെ 99-ലാവട്ടെ, എല്ലാ തവണയും നമ്മൾ ഇങ്ങനെ ദക്ഷിണാഫ്രിക്കൻ ആരാധകർക്കൊപ്പം ചേർന്നതാണ് ഇന്ത്യക്കാരും, അല്ലെ, ഇന്ത്യൻ ആരാധകർ. കാരണം ഇന്ത്യൻ ആരാധകർക്ക് എപ്പോഴും ഈ ഓസ്ട്രേലിയയാണ് പലപ്പോഴും ദക്ഷിണാഫ്രിക്കയെ വഴിമുട്ടിക്കാറുള്ളത്. അപ്പോൾ ഈ ഓസ്ട്രേലിയയുടെ തുടർ ജയങ്ങളിൽ അസൂയ പൂണ്ട് എന്ന് തന്നെ പറയണം ഇന്ത്യൻ ആരാധകരുടെ ഒരു ദക്ഷിണാഫ്രിക്കൻ പ്രേമം. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ ഫൈനലിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടാൻ പോകുമ്പോൾ എന്താണെങ്കിലും ഇന്ത്യൻ ടീമിനൊപ്പം കൂടിയേ മതിയാകും ഇന്ത്യൻ ആരാധകർക്ക്. എന്തായാലും കാരണം കുറെ കാലമായില്ലല്ലോ. കാരണം നമ്മളും ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കില്ലേ, നമ്മളും അഹമ്മദാബാദിൽ പോയി കപ്പും കൊണ്ടേ തിരിച്ചു വരുമെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് വണ്ടി കയറിയല്ലോ, വിമാനത്തിൽ അവിടെ പോയി ഇറങ്ങിയത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആ കപ്പ് കിട്ടാൻ സാധിച്ചില്ല. ഓസ്ട്രേലിയയോട് വലിയ പരാജയം ഏറ്റുവാങ്ങി ഇന്ത്യൻ ടീം നിരാശയായി മടങ്ങുന്നത് നമ്മൾ കാണുകയും ചെയ്ത അതിനൊരു മറുപടി കൂടി കൊടുക്കുക ഈ T20 ലോകകപ്പിൽ എന്ന ലക്ഷ്യം കൂടി ഈ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനുണ്ട്. ഉറപ്പായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫൈനലിൽ തോൽക്കുന്ന ഒരു സംഘം എന്നുള്ള വിശേഷണം അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ. മാത്രമല്ല രാഹുൽ ദ്രാവിഡ് എന്ന കോച്ച് അത് ഒട്ടുമേൽ സഹിക്കില്ല. രാഹുൽ ദ്രാവിഡിന് മേൽ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസം, വളരെ കൺസർവേറ്റീവായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ഉണ്ടായാലും അത് മാറ്റില്ല. ഇപ്പോൾ ഇന്നും നമ്മൾ സർപ്രൈസ് എലമെന്റ് പ്രതീക്ഷിച്ചു, ആ സർപ്രൈസ് എലമെന്റ് ഇല്ല. എന്താ പറയാ, സഞ്ജു സാംസണോ യശസ്വി ജയ്സ്വാളോ ടീമിലേക്ക് എത്തിയില്ല. ഒരു മാറ്റത്തിന് തയ്യാറല്ല രാഹുൽ ദ്രാവിഡ്. അപ്പോൾ ഈ മാറ്റങ്ങൾ തയ്യാറാകാത്ത കോച്ച് എന്നുള്ള പേര്, അല്ലെങ്കിൽ ഫൈനലിൽ ടീമിനെ പാകപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ള ചെറിയ ചെറിയ വിമർശനങ്ങളെ ഒക്കെ മറികടന്ന് വേണം രാഹുലിന് ഈ പടി ഇറങ്ങിപ്പോകാൻ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് സൂചിപ്പിച്ച പോലെ തന്നെ ഓപ്പണിംഗ് പെയറിലേക്ക് വിരാട് കോഹ്ലി കടന്നു വരുന്നു, രോഹിത് ശർമ്മയ്ക്ക് വരും. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് യശസ്വി ജയ്സ്വാൾ ഓപ്പൺ ചെയ്യും ഈ ടൂർണമെന്റിലുടനീളം, അങ്ങനെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിന്റെ പ്രശ്നമുണ്ട്, IPL-ൽ RCBക്ക് വേണ്ടി ഓപ്പണറായി അതിഗംഭീര ഫോമിലാണ് പിന്നെ വിരാട് കോഹ്ലി. അപ്പോൾ ആ ഓപ്പണിംഗ് റോളിൽ ഗംഭീരമായി കളിച്ച വിരാട് കോഹ്ലി ലോകകപ്പിൽ ഇങ്ങനെ നിറം ഭംഗി പോകുമെന്ന് ആഗ്രഹിക്കുക, അത് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേറ്റ് ക്യൂറേറ്റർ ബിജുചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ക്രിക്കറ്റ് ഷോട്ട് കളിക്കുന്നവർക്ക് ഈ പിച്ചിൽ വലിയ രീതിയിൽ താളം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ പിച്ചിനെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. കാരണം അമേരിക്കയിലായിട്ട് അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസിലെ പിച്ചുകളൊക്കെ എല്ലാം തന്നെ മോശം പിച്ചുകളായിരുന്നു. അത്തരത്തിൽ ബാറ്റ്സ്മാൻമാർക്ക് ഒരു തരത്തിലും വലിയ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പിച്ചുകളായിരുന്നു അവർ ഒരുക്കിയിരുന്നത്. ആ വിമർശനങ്ങൾ നിലനിൽക്കെ കൂടിയായിരുന്നു ബാക്കിയുള്ളവർ ബാറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ രോഹിത് ശർമ്മയോ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവോ ഹർദിക് പാണ്ഡ്യയോ ഋഷഭ് പന്തോ, ഈ 4 താരങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവർ ക്രിക്കറ്റ് ഷോട്ടിന് പകരം അവരുടേതായ രീതിയിലുള്ള ശൈലിയുണ്ട്.
ആ രീതിയിൽ കളിക്കുന്നവർക്ക് മാത്രമാണ് ഒരു മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ പറ്റുന്നത്. പക്ഷെ അവിടെ വിരാട് കോഹ്ലിയാണ്, വിരാട് കോഹ്ലിക്ക് സാധിച്ചില്ല. വിരാട് കോഹ്ലിയുടെ ക്ലാസ്സിൽ നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. വിരാട് കോഹ്ലിയുടെ ഫോമിലാണ് പ്രശ്നം. ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ് എന്ന് പറയും. അപ്പോൾ വിരാട് കോഹ്ലിയുടെ ക്ലാസ് അത് ഏത് തരത്തിലുള്ള ഷോട്ടുകൾക്കും അദ്ദേഹം മിടുക്കനാണ്. അതിനുള്ള ശേഷിയും പാകവും എത്തിയ ടോപ്പ് ഇന്ത്യൻ ബാറ്ററാണ്. എക്കാലത്തെയും ക്രിക്കറ്റർമാരിൽ മികവുള്ള ബാറ്റർമാരിൽ ഒരാളാണ്. തീർച്ചയായും എന്തായാലും വിരാട് കോഹ്ലി കിങ് എപ്പോഴും തിരിച്ചുവരവ് വളരെ ഗംഭീരമാക്കുന്നതാണ്. അതായത് ഈ വിമർശനങ്ങളെയൊക്കെ ഒറ്റ ഇന്നിംഗ്സിൽ അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്ന താരം. എന്തായാലും ക്രൂഷ്യൽ മത്സരമാണ്, ആവേശ പോരാട്ടമാണ്, കലാശ പോരാട്ടമാണ്. കപ്പ് ഇങ്ങെടുക്കുക, അതായത് വിരാട് കോഹ്ലിക്ക് പോലും ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് കപ്പ് എടുക്കാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു രംഗം ഓർമ്മയില്ലേ? അതായത് മത്സരം വിജയിച്ചതിന് ശേഷം രോഹിത് ശർമ്മ വികാരഭരിതനാവുന്നു, കണ്ണീരടിയുന്നു, കണ്ണ് തുടയ്ക്കുന്ന ആ വീഡിയോ ഒക്കെ പുറത്തു. പിന്നീട് വിരാട് കോഹ്ലി ഓടിയെത്തുന്നു, ആശ്വസിപ്പിക്കുന്നു ഇതിനെ. അതായത് ഇത് നമുക്കുള്ളതാണ് എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഞാൻ കളിക്കും എന്നുള്ളത് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ പറഞ്ഞത്. അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ എപ്പോഴും നിർണായക ഘട്ടങ്ങളിൽ ഫോം അത് പീക്കിലേക്ക് എത്തിക്കുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിൽ അങ്ങനെ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പ്രകടമാക്കുന്ന രണ്ടുപേരാണ്. ഒന്ന് വിരാട് കോഹ്ലി, മറ്റൊന്ന് ഫോർ ഷുവർ ഹാർദിക് പാണ്ഡ്യ. ഈ ഹാർദിക് പാണ്ഡ്യ പ്രത്യേകിച്ച് ഈ ബദ്ധവൈരികളൊക്കെ വിശേഷിപ്പിക്കുന്ന പാകിസ്ഥാനെതിരെ എല്ലാ കാലത്തും ഒരു അസാധ്യ ഫോമിലാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിരാട് കോഹ്ലി IPL മികച്ച ഫോമായിരുന്നു. പക്ഷേ ഹാർദിക് പാണ്ഡ്യ IPL നിറമങ്ങുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പക്ഷേ കളി മാറി. അതായത് ആഭ്യന്തര ക്രിക്കറ്റിലേക്ക്, അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വന്നപ്പോൾ ആളുടെ രൂപവും ഭാവവും മാറി. ബോളിംഗിലാകട്ടെ ബാറ്റിംഗിലാകട്ടെ ഒരേപോലെ തന്നെ തിളങ്ങി നിൽക്കുന്നതാണ്. അതായത് വിശ്വസ്തനായി നമുക്ക് കരുതാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻമാരായി മാറിയിരിക്കുന്നു ഹാർദിക് പാണ്ഡ്യ എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ ശിവം ദുബെയെ എന്തുകൊണ്ട് നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏവരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം. കാരണം അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ. അതായത് ബോളർ കൂടിയാണ്, ഒരു ഓൾറൗണ്ടർ ആയിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു താരം കൂടിയാണ് ശിവം ദുബെ. അങ്ങനെയുള്ള ഒരു താരത്തെ ടീമിലുള്ളപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാറ്റി പരീക്ഷണം ക്യാപ്റ്റന് നടത്തണമെങ്കിൽ ഒരു ബോൾ കൊടുക്കാം. അതുകൊണ്ടായിരിക്കാം അല്ലേ? ഇതിന്റെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തെയും ഇതുപോലെ ഒരു 360 പ്ലെയർ എന്നുള്ള മട്ടിൽ നമ്മുടെ വിജയശങ്കറിന്റെ ടീമിൽ നിലനിർത്തുമായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഈ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റണ്ട എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും ഇന്ത്യൻ ടീമിന് നിലവിൽ ഒരു എക്സ്ട്രാ ബോളർ, ശിവൻ ദുബെ പോലൊരു എക്സ്ട്രാ ബോളർ ആവശ്യമില്ല. പക്ഷേ ശിവൻ ദുബെയുടെ ബാറ്റിങ്ങിനെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. പക്ഷേ അതിലേക്ക് ഇന്ത്യ സക്സസ്ഫുൾ ആയി എത്തിയില്ല എന്നുള്ളതാണ് അവിടെയും പ്രധാനപ്പെട്ട ഘടകം. ഈ ആദ്യ മത്സരം നടന്ന അമേരിക്കയിലെ പിച്ചുകളിൽ ശിവൻ ദുബെയെ നിലനിർത്തി. പിന്നീട് വെസ്റ്റ് ഇൻഡീസിലെത്തുമ്പോൾ ശിവൻ ദുബെ ഫോമിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ പുലർത്തി. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെയാണ് ഇന്ത്യക്ക് ഒരു പാളിച്ച സംഭവിച്ചത്. പക്ഷേ അപ്പോഴും അദ്ദേഹം ഒരു ഭാവി താരമാണ്, ഇന്ത്യയുടെ ഭാവിയിൽ അദ്ദേഹവും ഉണ്ട് എന്നുള്ള ഒരു കൂടിയാണ്. അതായത് അടിച്ചാൽ അത് ബോൾ പൊങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് അത് ബൗണ്ടറിക്ക് വെളിയിലാണ് എന്നുള്ള അത്തരത്തിൽ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട താരം കൂടിയാണ് ശിവൻ ദുബെ. തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ 2007 ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്തത്. അതിൽ ശ്രീശാന്തിനെ ഫൈനൽ ഉൾപ്പെടുത്തിയിരുന്നു. 2011 ലോകകപ്പിലും ആദ്യ മത്സരത്തിന് ശേഷം പിന്നീട് ഉടനീളമുള്ള മത്സരങ്ങളിൽ ശ്രീശാന്തിനെ ആദ്യ 11 ഉൾപ്പെടുത്തിയില്ലായിരുന്നു. പക്ഷേ ഫൈനൽ മത്സരത്തിൽ ശ്രീശാന്തിനെ കൊണ്ടുവരുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അത്തരത്തിലൊരു മാറ്റം ഇന്നുണ്ടാകും. സഞ്ജുവിനെ സംബന്ധിച്ച് രാഹുൽ ദ്രാവിഡുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആരാധകർ നമ്മൾ ഇന്ന് വൈകിട്ട് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഒരു നമ്മൾ പ്രേക്ഷകർക്കായി വിളിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരാൾ പറഞ്ഞില്ലേ, ഒരു മൈൻഡ് ഗെയിമിന്റെ സാധനമാണ്, ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്ന. അതിനെ കുറിച്ചുള്ള പറയാൻ എന്തായിരുന്നു ഈ മൈൻഡ് ഗെയിം പ്രശ്നം എന്ന് പറഞ്ഞാൽ? ഞാൻ അപ്പോൾ വിശ്വസിക്കുന്നു ഇന്നത്തെ കാര്യത്തിൽ ഇന്ത്യൻ ടീമാണ് ഒരു പടി മുന്നിൽ. അതിന്റെ കാരണം ഇപ്പോൾ മറുവശത്ത് ഓസ്ട്രേലിയ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ മൈൻഡ് ഗെയിമിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എഡ്ജിൽ ഓസ്ട്രേലിയ ഉറപ്പായിട്ട് മുന്നിൽ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇന്ന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയെക്കാൾ കൂടുതൽ പരിഭ്രമത്തിന് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് അടിപ്പെട്ടു പോകുന്ന ഒരു സംഘം. അത് നമ്മൾ പല ലോകകപ്പുകളിൽ സെമി ഫൈനലിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും ഇന്ന് ഇന്ത്യക്ക് മേധാവിത്വമുണ്ട്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഈ ഓസ്ട്രേലിയക്കെതിരെ മത്സരശേഷമുള്ള രോഹിത് ശർമ്മയുടെ വാർത്താ സമ്മേളനം അത് രസകരമായിരുന്നു. രസകരം എന്ന് പറഞ്ഞാൽ ഈ മത്സരത്തിൽ നിന്ന് ഇന്ത്യ നേടിയ ഏറ്റവും വലിയ ഗെയിൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ആശ്വസിച്ച് ഒന്ന് ശ്വാസം എടുത്തിട്ട് രോഹിത് പറഞ്ഞത് ഓസ്ട്രേലിയൻ ടീം ഈ ടൂർണമെന്റിൽ ഇനി ഇല്ലല്ലോ എന്നുള്ളതാണ്. അതായത് ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടേണ്ട ഒരു സാഹചര്യം എങ്ങാനും വന്നിരുന്നുവെങ്കിൽ അത് ഈ കാര്യങ്ങൾ ദുഷ്കരമാകും. അതാണ് എന്തായാലും അംഗീകരിച്ചേ പറ്റുക കാര്യം. അത് ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെമി ഫൈനലിലേക്ക് എങ്ങനെയും ഓസ്ട്രേലിയ എത്തിയാൽ പിന്നെ ഒരു കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. അത് തന്നെയാണ്. അതായത് ഒരു പക്ഷേ കഴിഞ്ഞ ലോകകപ്പിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഓസ്ട്രേലിയ ഉടൻ തന്നെ പുറത്തായി പോകും, നോക്കൌട്ട് മത്സരങ്ങളിലേക്ക് പോലും കടക്കില്ല എന്ന് പ്രതീക്ഷിച്ച ടീമാണ്. അവിടെ നിന്ന് ഒറ്റക്കാലിൽ മാക്സ്വെൽ അടിച്ച് ജയിപ്പിച്ച് നേരെ ഫൈനലിലെത്തി ഇന്ത്യയും തോൽപ്പിച്ച് കപ്പ് കൊടുത്തുകൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായതുകൊണ്ട് എന്തായാലും ഇത്തവണ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ
സൗത്ത് ആഫ്രിക്കയാണ് നമുക്ക് കരുതിയിരുന്നേ പറ്റൂ. പക്ഷേ ഓക്കെ, എക്സാക്ട്ലി. എന്താണെങ്കിലും ടോസിന്റെ വിവരം ഒന്നുകൂടി പങ്കുവയ്ക്കുകയാണ് വൈകിയെത്തിയ പ്രേക്ഷകർക്ക് വേണ്ടി. ടോസ് ഇന്ത്യക്കാണ്, രോഹിത് ശർമ്മയ്ക്കാണ് ടോസ് നേടിയത്. രോഹിത് ശർമ്മ ടോസ് നേടി ഇന്ത്യക്ക് ആദ്യം ബാറ്റ് ചെയ്യുക എന്നുള്ള തീരുമാനമാണ് പ്രഖ്യാപിക്കുന്നത്. പിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റൺസ് ഒഴുകും, റൺസ് ഉണ്ടാകും. സാധാരണ രീതിയിൽ നടന്ന മത്സരങ്ങൾക്ക് ഉപരിയായി ഒരു 160+, 160+ പ്രതീക്ഷിക്കണം അല്ലേ? അതിൽ മുകളിലേക്ക്, അതിൽ താഴേക്ക് പോയാൽ ഒരുപക്ഷെ നമ്മൾ തോൽവി സമ്മതിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം രോഹിത് ശർമ്മയുടെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഉള്ള ഒരു ബാറ്റിംഗ് പ്രകടനം അത് കൂടുതൽ റൺ അടിച്ച് നേടുക, അതായത് എതിരാളികൾക്ക് മുമ്പിൽ വലിയൊരു സ്കോർ പടുത്തുയർത്തിയാൽ ബാക്കി കാര്യങ്ങൾ ബൗളർമാർ നോക്കും. കാരണം ബുംറയാണ് നമുക്കൊപ്പം ഉള്ളത്, ബുംറയുണ്ട്, തൊട്ടു പിന്നാലെ അർഷദീപ് സിംഗ് ഉണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, സ്പിന്നർമാർ കുൽദീപ് യാദവ് നേരിടുന്ന കുൽദീപ് യാദവും ഒപ്പം തന്നെ അക്ഷർ പട്ടേലാണ് ഈ ടൂർണമെന്റിൽ അസാധ്യമായിട്ട് ഉയർന്നു വന്നൊരു താരം. അതായത് നമ്മൾ അക്ഷർ പട്ടേലിനെ പതിവായി കാണുന്നുണ്ട് എങ്കിൽ പോലും ഈ ടൂർണമെന്റിലാണ് അദ്ദേഹം അയാളുടെ മെറ്റൽ അത് പ്രകടമാക്കിയത്. അദ്ദേഹത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള റോൾ എന്താണ് എന്ന് ഇന്ത്യൻ ടീമിനെ ബോധ്യപ്പെടുത്തിയത് ഈ ടൂർണമെന്റിലാണ്. അത് ഫീൽഡിങ്ങിലായിക്കോട്ടെ, ഫീൽഡിങ്ങിലാണ് മാർഷിന്റെ അടുത്ത ക്യാച്ച് അത് അസാധ്യമായിരുന്നു. ഇനി കഴിഞ്ഞ മത്സരത്തിൽ ഈ സെമി ഫൈനലിൽ നിർണായകമായിട്ട് 3 വിക്കറ്റുകൾ, അത് ബട്ട്ലറുടെയും ബേഴ്സ്റ്റോന്റെ ഉൾപ്പെടെ മൊയിനലിയുടെ ഈ 3 വിക്കറ്റുകൾ നേടി ഇന്ത്യക്ക് വഴിയൊരുക്കിയത് അക്ഷർ പട്ടേലാണ്. കുൽദീപ് യാദവിന്റെ ബോളിംഗ് പ്രകടനം മറക്കുന്നില്ല, പക്ഷേ ഓൾറൗണ്ട് മികവാണ് പറയുന്നത്. ഓൾറൗണ്ട് മികവിൽ ഇപ്പൊ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ അല്പം ഒന്ന് പതറിയെങ്കിൽ പിന്നീട് എന്താ പറയാ, അക്ഷർ പട്ടേൽ അത് പിടിച്ചിരുന്നത് ആ ബാറ്റിംഗിൽ പിടിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് അതൊരു ഒരു പ്രധാനപ്പെട്ട ടോട്ടലിലേക്ക് എത്താനും നമുക്ക് വിജയം കരസ്ഥമാക്കാൻ ചെയ്യാൻ പറ്റിയത്. പണ്ട് നമ്മൾ ഇതുപോലെ തന്നെ പാകിസ്ഥാന് മുന്നിൽ ഫൈനലിൽ തോറ്റ ചരിത്രമുണ്ട്. അതിനൊക്കെ ഒരു മറുപടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കിരീടമായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായും. എന്തായാലും ഇന്ത്യൻ ടീം അല്പസമയത്തിനകം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിന് ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അവിടെ കെൻസിംഗ്ടൺ ഓവലിൽ ഇന്ത്യൻ ആരാധകർ ഒരുപാട് എത്തുന്നുണ്ട്. പ്രത്യേകിച്ചും എവിടെ പോയാലും ഇന്ത്യക്കാരുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യൻ ആരാധകരുടെ പിന്തുണയുണ്ട്, ടൂറിംഗ് ഫാൻസ് ഉണ്ട്. അവരൊക്കെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ വിളികളുമായി അവിടെ ഉണ്ടാകും. വിരാട് കോഹ്ലി ഇന്ന് ഫോമിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഹാർദിക് പാണ്ഡ്യയുടെ മികവ് തുടരുമെന്ന് പ്രതീക്ഷിക്കാം. സൂര്യകുമാർ യാദവിന് വമ്പനടികൾ കാത്തിരിക്കാം. ഒപ്പം ജസ്പ്രീത് ബുംറയുടെയും അർഷദീപ് ഈ ടൂർണമെന്റിൽ ലീഡിംഗ് വിക്കറ്റ് ടേക്കറാണ് ഇന്ത്യയുടെ അല്ലേ? അപ്പോൾ കുൽദീപ് യാദവിന്റെയും ഒപ്പം അക്ഷർ പട്ടേലിന്റെയും ഒക്കെ ബോളിംഗ് പ്രകടനം ഇന്ത്യക്ക് ആ കിരീട നേട്ടത്തിലേക്ക് എത്തിക്കുമെന്ന് കരുതാം. എന്തായാലും 3ാമത്തെ T20 ലോക ഫൈനലാണ് ഇന്ത്യക്ക്. 2007, 2014 പക്ഷേ ശ്രീലങ്കയോട് തോറ്റ് ഇന്ത്യക്ക് ഫൈനലിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും 2024 വീണ്ടും ഒരു കിരീടത്തിലേക്ക് എത്തുന്നതല്ല, എത്താൻ നോക്കുന്നത്. എന്തായാലും എന്റെ ഒരു പ്രതീക്ഷ ഞാൻ പറയട്ടെ, അർഷദീപിന്റെ ഒരു കാര്യം. അർഷദീപ് പ്രധാനപ്പെട്ട പ്ലെയറാണ്. അതൊരു നമുക്ക് വാർത്തെടുക്കാൻ, അതായത് പിൽക്കാലത്തേക്ക് വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് എന്ന് തിരിച്ചറിഞ്ഞത് നമ്മുടെ തിരുവനന്തപുരം കാര്യവട്ടം നടന്ന മത്സരത്തിലാണ്. അതും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിലാണ് മികച്ച രീതിയിൽ മുന്നേറ്റം നടത്തി ടീമിൽ തുടർച്ചയായി സ്ഥാനം നേടാൻ അർഷദീപിന് സാധിക്കുകയും ചെയ്തു. ആ ടീമിനെതിരെയാണ് ഇന്നിപ്പോൾ മത്സരത്തിന് വരികയും ചെയ്യുന്നത്. അതും കലാശ പോരാട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അർഷദീപ് തന്നെ ഇന്ന് ആദ്യ വെടി ഒറ്റിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാത്തിരിക്കാം. എന്താണെങ്കിലും ഹർഷദീപ് സിംഗ് ആണോ, ജസ്പ്രീത് ബുംറയാണോ, കുൽദീപ് യാദവ് ആണോ, അക്ഷർ പട്ടേൽ ആണോ ബോളിംഗിൽ വിജയശില്പികളാവുക? ബാറ്റർമാരിൽ ആരൊക്കെ ഫോമിലേക്ക് എത്തും? ഇന്ത്യ അത് വിരാട് കോഹ്ലിയിൽ ഉറ്റുനോക്കുന്നു. ശിവൻ ദുബൈയുടെ മോശം ഫോമിലും ഇപ്പോൾ വിശ്വസിച്ച് ഫൈനലിലേക്ക് അദ്ദേഹത്തിന് അവസരം നൽകുന്നു. ഒരു വലിയ തിരിച്ചുവരവ്. ഈ ടൂർണമെന്റിൽ എത്ര മോശം ഫോമും മറക്കാൻ കഴിയുന്നതായിരിക്കും ഫൈനലിലെ ഒറ്റ ഇന്നിങ്സ്. ആ ഒറ്റ ഇന്നിങ്സിലേക്ക് ശിവൻ ദുബൈ എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാലും ക്രിസ് ഗെയിലിന്റെ നാട്ടിൽ, T20 സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ക്രിസ് ഗെയിലിന്റെ നാട്ടിൽ ലോക കിരീടം ഉയർത്താൻ ഇന്ത്യക്ക് കഴിയുമോ? ബാർബഡോസ് രാജ്യത്ത് നിന്ന് ഉയർന്നു വന്ന ക്രിക്കറ്റ് താരങ്ങൾ അനവധിയാണ്. അപ്പോൾ ഈ ബാർബഡോസിൽ ക്രിക്കറ്റിന്റെ, വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു മെക്ക എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ബാർബഡോസിൽ ഇന്ത്യ ഇന്ന് ലോക കിരീടമായി തിരികെ കയറുമോ? കാത്തിരിക്കാൻ. മത്സരം ആരംഭിക്കാൻ പോവുകയാണ് കെൻസിംഗ്ടൺ ഓവലിൽ. ബാർബഡോസ് ഇനി ക്രിക്കറ്റ് ആരവത്തിന് വഴി തുറക്കുന്നു. ലോകകപ്പിന്റെ T20 ലോകകപ്പിന്റെ ഫൈനലിൽ എന്തായാലും കപ്പെടുത്ത് തന്നെ നമ്മുടെ ടീം ഇവിടേക്ക് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് മങ്ങിലേക്ക് എന്നുള്ള ആ ഒരു ഒറ്റ ഉറപ്പിന്റെ പുറത്തിൽ എന്തായാലും ഇന്ത്യ, രോഹിത് ശർമ്മയും ടീമംഗങ്ങളും ഇറങ്ങുന്നു. ഒപ്പം തന്നെ എയ്ഡൻ മാർക്കം ടീമംഗങ്ങളും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കപ്പിന്റെ വരൾച്ച, അതിന് വിരാമം ഇത്തവണ രോഹിത്തും സംഘവും ഇടും. ഒപ്പം തന്നെ ഒരു കസേര വലിച്ച് ധോണിക്കൊപ്പം സംശയമില്ല. കാത്തിരിക്കാം. എന്തായാലും
അത് വൈൻഡ് ചെയ്യാം. തീർച്ചയായും എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കുറച്ച് എന്തായാലും കുഴപ്പമില്ല. മത്സരം ഇപ്പോൾ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. ടോസിൽ പോലും ഇന്ത്യക്ക് മേൽക്കൈ ലഭിച്ചിരിക്കുന്നു. ഇന്ത്യ ബാറ്റ് ചെയ്യാൻ പോവുകയാണ്. വലിയൊരു മികച്ച ടോട്ടൽ സൗത്ത് ആഫ്രിക്കൻ നിരക്ക് മുന്നിലേക്ക് വെച്ചുകൊണ്ട് രണ്ടാം T20 കിരീടം നേടുന്നതിന് വേണ്ടി ഇന്ത്യൻ സംഘം ഇതാ ഇറങ്ങുകയാണ്.